അപ്പോൾ ഒടുക്ക ജാമ്യം കിട്ടിയ ആശ്വാസം എന്തെങ്കിലും ഉപാധികൾ അവിടുത്തെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉപാധികൾ എന്തെങ്കിലും ഉണ്ടോ? ഉപാധികള് എല്ലാ തിങ്കളാഴ്ചയും പോയി അവിടെ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അപ്പോൾ അതൊരു ഭീഷണി തന്നെയാണ് യഥാർത്ഥത്തിൽ. അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ പോയിട്ട് സൈൻ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോകണം. അപ്പോ 4 കുടുംബങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ അതില് 4 കുടുംബങ്ങളിൽ 4 സ്ത്രീകളുണ്ട്. അപ്പൊ അവരുമായിട്ട് ചേർന്ന് അവിടെ പോകണം. 13-ാം തീയതി ഞങ്ങൾക്ക് കോടതിയിൽ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു വെല്ലുവിളി തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ. അതായത് ഇവിടെ നിന്ന് 20 കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് ആ പോലീസ് സ്റ്റേഷനും ഈ ഗ്രാമവുമായിട്ട്. അപ്പൊ എന്തായാലും ദൈവം കൂടെ ഇരിക്കും എന്ന് ചിന്തിക്കുന്നു. എന്തായാലും ദൈവം സഹായിക്കും എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോ പോയി കാര്യങ്ങൾ കുറെ കാലമായി അവിടെ തന്നെയാണ് താമസം, പ്രവർത്തനവും ഒക്കെയായി, സന്നദ്ധ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു ദുരനുഭവം. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോരുക എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അതോ അവിടെ തന്നെ തുടരുമോ? ഞാൻ താമസിക്കുന്നത് അമരാവതി ഡിസ്ട്രിക്റ്റിലല്ല. ഞാൻ താമസിക്കുന്നത് നാഗ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അതായത് ഞാനും ഈ സ്ഥലവും തമ്മിൽ ഏറെക്കുറെ 100-ൽ കൂടുതൽ 130 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. ഞാൻ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. അല്ലാതെ ഞാൻ താമസിക്കുന്നത് നാഗ്പൂരിലാണ്. അപ്പോ അതുകൊണ്ട് എന്താ പറയാൻ, ഞാൻ താമസിക്കുന്ന പ്രദേശമായിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്ക് ബുദ്ധിമുട്ടുകളില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗ്പൂരിൽ പ്രശ്നങ്ങളൊന്നുമില്ല.